ഗുളിക നേരിട്ട് കൊടുക്കാൻ പറ്റാത്തതിനെ കൊണ്ടാണ് കേട്ടോ പഴം ചെറുതായിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ആദ്യം കൊടുക്കുന്ന പഴത്തിൻ്റെ ഉള്ളിലായിട്ട് ഞാനൊരു പാരസെറ്റാമോളിൻ്റെ ഗുളിക വെച്ചിട്ടുണ്ട്. അത് കൊടുക്കാൻ പറഞ്ഞിട്ട് നമ്മൾ കൊടുക്കുന്നതാണ് കേട്ടോ. അപ്പോൾ ഗുളികയുടെ ചവർപ്പൊന്നും അറിയാതിരിക്കാൻ വേണ്ടിയിട്ട് ബാക്കിയുള്ള പഴവും കൂടിയൊക്കെ കൊടുക്കുന്നുണ്ട്. കട്ട് ചെയ്തുകൊണ്ട് വന്നപ്പോഴത്തേക്ക് അവനെ കൊണ്ട് കഴിക്കാൻ പറ്റുന്നില്ല. കാരണം ഇച്ചിരി വലുതായിപ്പോൾ, ഇത്തി കൂടെ ചെറുതാക്കണമായിരുന്നു. പിന്നെ ഞെക്കി ഉടച്ചൊക്കെ കൊടുത്ത് പഴം പഴുത്തിട്ടും ഇല്ലായിരുന്നു. ഇന്നിപ്പോൾ മേടിച്ചുകൊണ്ട് വന്ന ചെറിയ പഴമൊന്നും ഇല്ലായിരുന്നു. അപ്പോൾ എന്തായാലും അത് ഞാൻ കട്ട് ചെയ്ത് അവന് തന്നെ കൊടുത്തിട്ടുണ്ട്. പിന്നെ തറയിൽ പോയി അതും കൂടെ ഞാൻ കഴുകിയെടുത്ത് കൊടുക്കും. പിന്നെ ഞാൻ പറയാൻ വന്നൊരു കാര്യം, കഴിഞ്ഞ ദിവസം ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു, കേശുവിന് മൂക്ക് കുത്താനായിട്ട് ഞാൻ ഇവിടെ ആളിനെ വിളിക്കാൻ പോയി. ആൾ വന്ന് മൂക്ക് കുത്തി ഇന്നലെയാണ് വന്നത് കേട്ടോ. അപ്പോൾ എന്തായാലും മൂക്കൊക്കെ കുത്തി റെഡിയാക്കി. ഇന്നലെ ഭയങ്കര വേദനയും കുത്തുന്ന സമയത്തുണ്ടല്ലോ നമുക്ക് ഭയങ്കര സങ്കടം വന്നു. ഞാൻ അങ്ങനെ അവൻ്റെ അടുത്ത് പറഞ്ഞിടാം, നീ ഈ ഒരു വേദന സഹിച്ചാൽ മതി, ഇനി ഒരു വേദനയൊന്നും സഹിക്കണ്ടെന്നൊക്കെ പറഞ്ഞ്. ഇപ്പോൾ ആൾ ഓക്കെയാണ് കേട്ടോ. കാരണം ഭയങ്കര വേദനയും, പുല്ലൊന്നും കഴിക്കുന്നില്ല, നമുക്ക് നല്ല രീതിയിൽ വിഷമമൊക്കെ ആയി കേട്ടോ. കാരണം ഇവിടെ കൊച്ചുങ്ങൾക്ക് എന്തെങ്കിലും വന്നാലും എനിക്ക് സഹിക്കില്ല, അതുപോലെ ഇരുന്നു. എനിക്ക് ഭയങ്കര വെപ്രാളം വരുന്നു. ഇവൻ ആ ഒരു വേദന കൊണ്ട് ആ ഒരു തെങ്ങിൻ്റെ മൂട്ടിൽ കിടക്കുന്ന കണ്ടപ്പോഴത്തേക്ക് എനിക്ക് മനസ്സിലായി എന്തുമാത്രം വേദന ഇവർ സഹിക്കുന്നുണ്ടല്ലേ. അപ്പോൾ ഞാൻ ഓരോ കാര്യങ്ങളിങ്ങനെ ചിന്തിച്ചാൽ എനിക്കങ്ങ് എന്തോ പറഞ്ഞറിയിക്കാൻ പറ്റത്തില്ല. അപ്പോൾ എന്തായാലും മൂക്കൊക്കെ കുത്തിയത് ഇവൻ വലുതാകുമ്പോഴത്തേക്ക് ചെറിയ എന്തെങ്കിലും കുരുത്തക്കേട് കാണിച്ചല്ല ഞാനും മോളും അല്ലേ എപ്പോഴും നോക്കുന്നു. അപ്പോൾ കൈകാര്യം ചെയ്യുന്നപ്പോൾ എന്തെങ്കിലും അവൻ്റെ കയ്യിൽ നിന്ന് വരാതിരിക്കാൻ വേണ്ടിയിട്ട് ഒരു മൂക്കേറൊക്കെ ഇട്ട് ആൾ ഓക്കെയാണ്. കേശുവിനെ ഇഷ്ടപ്പെടുന്ന ഒരുപാട് പേരുണ്ട്. പിന്നെ എന്തായാലും നമ്മൾ പുക ഇട്ടിരിക്കണമെന്ന് വെച്ചാൽ കൊതുക് കൊണ്ടതൊന്ന് മാറി കിട്ടാനായിട്ട്. അപ്പോൾ കേശുവിൻ്റെ വിശേഷങ്ങളും കാര്യങ്ങളൊക്കെ ഇതൊക്കെയാണ്. അടുത്ത വീഡിയോയിൽ കാണാം.